ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് കോഴിക്കോടുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ആരാണ് യഥാർത്ഥത്തിൽ തെറ്റ് കാണിച്ചത്, ആ ജില്ലാ കോർട്ട് ജഡ്ജിൻ്റെ പേര് പറഞ്ഞില്ല, ജുഡീഷ്യൽ ഓഫീസറിന് മാത്രമേ ബാധിച്ചുള്ളൂ. എന്താണ് സംഭവം അറിയോ? ഞാൻ പറയുകയാണ്. കോർട്ടിൽ, അതായത് കോർട്ടിൻ്റെ സമുച്ചയമാണ് ജില്ലാ കോടതിയുടെ സമുച്ചയം. അതിനകത്ത് അഡീഷണൽ ജഡ്ജ്, ഡിസ്ട്രിക്ട് അഡീഷണൽ ജഡ്ജ്, പേര് ഷുഹൈബ്. അദ്ദേഹം അവിടെ ഒരു വനിതാ ജീവനക്കാരിയെ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വെച്ച് കടന്നു പിടിച്ചു. ഒരു പ്രെഡേറ്ററായിട്ട് കയറി അങ്ങ് പിടിച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യം, കാരണം ഇത് ഞാൻ പറയുന്നത് ശരിയല്ല, എന്താണ് ഉണ്ടായത്. അതായത് സെക്ഷൽ മോട്ടീവുമായിട്ട് ഈ ജഡ്ജ് ഈ സ്ത്രീയെ കടന്നു പിടിക്കുന്നു. അവർ പേടിച്ചു പോയി. കാരണം സീനിയറായിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറാണ്. അവരിത് മറ്റുള്ള അവിടുത്തെ സ്റ്റാഫിനോട് കംപ്ലൈൻറ്റ് പറയുന്നു. അതിനുശേഷം അത് ജില്ലാ ജഡ്ജിക്ക് അവർ കംപ്ലൈൻ്റായിട്ട് കൊടുക്കാൻ പോകുന്നു. പിന്നീട് ഈ ജഡ്ജിനെ വിളിച്ചു വരുത്തുന്നു ജില്ലാ ജഡ്ജി. അവരുടെ ചേംബറിലിരുന്ന് ഇത് ഒത്തുതീർപ്പാക്കുന്നു ഈ ജില്ലാ ജഡ്ജി. ഇതാണ് സംഭവം ഉണ്ടായത്. മാപ്പ് പറഞ്ഞ് സംഭവം തീർപ്പാക്കുന്നു. ഇപ്പം ഇവിടെ ബേസിക്കലി എങ്ങനെയാണ് ഈ ജഡ്ജിമാർ പെരുമാറേണ്ടത്? കാരണം നമുക്ക് നേരത്തെ അറിയാം, ഹൈക്കോടതി അഡീഷണൽ ഒരു സീനിയർ GP, ജനറൽ ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ മനു എന്ന് പറഞ്ഞയാണ് അപ്പോൾ ഒരു ക്ലയൻറ്റിനെ, അത് വലിയ വിവാദമായി. അതിന് ശേഷം അയാളെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇപ്പോൾ അയാൾ ബെയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഒരു ജഡ്ജി പേര് ഷുഹൈബ് എന്ത് ആക്ഷനാണ് എടുത്തത്? കാരണം ഇതേപോലെയുള്ള കോടതികളിലാണ് ഇതേപോലെ സെക്ഷൽ അസോൾട്ട് കേസുകളും മറ്റുമൊക്കെ പോകുന്നത്. ഇവിടെ ചെങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചു. അയാളെ അവിടുന്ന് മാറ്റി, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം ആ കോർട്ടിൽ നിന്ന് മാറ്റി വേറൊരു കോർട്ടിലോട്ടാക്കി. കാരണം ഹൈക്കോർട്ട് രജിസ്ട്രാറാണ് വിട്ടു എന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണ് ആക്ഷൻ എടുക്കേണ്ടത്. ഒരു കാരണവശാലും ഈ ഷുഹൈബ് എന്ന് പറയുന്നയാൾ അവിടെ കേരളത്തിൽ എവിടെയും ജഡ്ജായിട്ടിരിക്കാൻ യോഗ്യതയില്ല. കാരണം പൂർണ്ണമായ അന്വേഷണം ഏറ്റെടുക്കണം. മാതൃഭൂമി പത്രത്തിന് ഭയമാണ്. എനിക്ക് കോപ്പാവാൻ. ഇത് സുപ്രീം കോടതി ജഡ്ജാണെങ്കിൽ എനിക്ക് കോപ്പാവാൻ. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഒരു ജഡ്ജ് അവിടെ ജോലി ചെയ്യുന്ന കോടതി സ്റ്റാഫിനെ കടന്നു പിടിക്കുന്നു. എന്നിട്ടത് അഡ്ജസ്റ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞ് അതങ്ങ് ഒതുക്കി തീർക്കുന്നു. നടപടി എടുത്തേ മതിയാവത്തുള്ളൂ ഗവൺമെൻറ്. ഇനി അയാൾ ഒരു കാരണവശാലും കേരളത്തിൽ എവിടെയും ജഡ്ജായിരിക്കാൻ യോഗ്യതയില്ലാത്ത മനുഷ്യനാണ്. ഇപ്പം എന്ത് സന്ദേശമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ഇതാണ് ചോദ്യം. കാരണം ഇതേപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ പുറത്ത് വന്ന കേസ്, ഇനി പുറത്ത് വരാത്ത എത്രയും ഇതേപോലുള്ള കേസുകളുണ്ട്. കാരണം ഈ സ്ത്രീകളാണ് പല ഭയന്നും വിറച്ചിട്ടും ഒക്കെ. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പറ്റത്തില്ല പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. കാരണം ഇതേപോലുള്ള പലരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പല ഫങ്ഷൻസും. ഇതിനെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കണം. കാരണം ഇത് കാരണം ഞാനിത് പോലീസിനോടൊക്കെ ചോദിച്ചു, അവിടെ പോയപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അവസാനം ഇവർ തമ്മി ജില്ലാ ജഡ്ജി ഇത് പറഞ്ഞ് സംഭവം സെറ്റിൽ ചെയ്തങ്ങ് വിട്ടു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജില്ലാ ജഡ്ജിയൊന്നുമല്ല സെറ്റിൽ ചെയ്യേണ്ട സംഭവം. അയാളുടെ കാര്യം നോക്കിയാൽ മതി. ഇതാ ഒരു പ്രോപ്പറായിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, അതല്ല സെക്ഷൽ അസോൾട്ട് കേസ് തന്നെ അയാൾക്കെതിരെ എടുക്കണം. അയാളെ കേസ് എടുക്കുകയും ചെയ്യണം. അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം. അയാൾ തന്നെ അഡ്മിറ്റ് ചെയ്തു ആ പറയുന്ന ജില്ലാ ജഡ്ജിയുടെ മുമ്പിൽ അയാൾക്ക് തെറ്റുപറ്റിപ്പോയി. ഹീസ് എ പ്രിഡേറ്റർ. ഇയാൾക്ക് ഒരു ആക്ഷൻ എടുത്തേ മതിയാവത്തുള്ളൂ. ഒരു കാരണവശാലും ഇത് അന്യോന്യം പറഞ്ഞ് കംപ്ലൈൻ്റ് ഇല്ല എന്ന രീതി പോകാൻ പറ്റില്ല. അവർക്ക് ചിലപ്പം കംപ്ലൈൻറ്റ്, കാരണം അവർ പേടിച്ച് കാണും. അപ്പം മനസ്സിലാക്കേണ്ടത്, ഇതേപോലെ സ്ത്രീകൾ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞ് ഇതേപോലെ പെട്ടെന്ന് പറഞ്ഞ് സെറ്റിലാക്കുന്ന ജില്ലാ ജഡ്ജി ആണെങ്കിലും ഹൈക്കോടതി ജഡ്ജി ആണെങ്കിലും രജിസ്ട്രാർ ആണെങ്കിലും ഇതൊക്കെ പ്രബുദ്ധ കേരളത്തിലാണ് നടക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് മാതൃഭൂമിക്ക് ആ ജഡ്ജിൻ്റെ പേര് എഴുതാൻ പറ്റാത്തത്? ആ പേരെന്ത് കൊടുക്കാൻ വയ്യ? ഇതില്ലാത്ത എന്തോ സംഭവിക്കും. ആ ജഡ്ജിൻ്റെ പേര് കൊടുത്ത് എന്ത് കുന്തോ സംഭവിക്കുന്നത്? ഇല്ലേ, നേരത്തെ ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ എനിക്കെതിരെ ലീഗൽ അയാൾ എനിക്ക് എന്ത് കോപ്പ് നടപടി എടുക്കുന്നേ?
വായി വരുന്ന തെമ്മാരത്തിനോ സൂഡാപീസവും വർഗീയതയും പറയുന്നയാൾ എനിക്കെതിരെ എന്ത് നടപടി എടുക്കുന്നത്? ഇനി അയാൾ സെർവിങ് ജഡ്ജാന്ന് വിചാരിച്ചോ കമാൽ പാഷ, എനിക്കെതിരെ എന്ത് നടപടി എടുക്കും? അയാൾ തെറ്റ് കാണിച്ചാൽ തെറ്റുകാരന് അത് പറയാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. എനിക്കങ്ങനെ ഒരു പുല്ലനെയും പേടിയില്ല ലൈഫിൽ. കാരണം ഞാൻ ലൈഫിൽ ഒത്തിരി കണ്ടത്. കാരണം എത്രമാത്രം ഇവന്മാർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ എനിക്കറിയാം. അതിനേക്കാളും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയും. അതാണ് ഇന്ത്യ തന്നിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ ആ ഒരു വീഡിയോയ്ക്കകത്ത് കമൽ പാഷ എന്നെ പിടിച്ച് പറയുന്നു അയാൾ ലീഗൽ ആക്ഷൻ, എനിക്ക് കോപ്പ് അയാൾ ആക്ഷൻ എടുക്കാൻ പോകുന്നത്. അയാൾ ആക്ഷൻ എടുത്താൽ അതിന് മേളിലുള്ള സംഭവം എനിക്കറിയാം. ഇപ്പം പറയാൻ പോകുന്ന സംഭവം ഇവിടുത്തെ പത്രങ്ങൾക്കും പേടിയാണ്. മെയിൻ സ്ട്രീം പത്രങ്ങൾ, മാതൃഭൂമി, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ കേരള, ഇൻ ഇന്ത്യ, അവർക്ക് വരെ പേടിയ ജഡ്ജിയുടെ പേര് പറയാം. ജഡ്ജി എന്ന് വിധി കളയോ? എന്താണ് ചെയ്യുന്നത്? അയാളെ തെറ്റ് കാണിച്ചു അയാളെ എക്സ്പോസ് ചെയ്യുക. അത് ചെയ്താൽ മാത്രമേ മറ്റുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സും ഈ ജഡ്ജസും, ഇൻക്ലൂഡിങ് സുപ്രീം കോർട്ടാണെങ്കിൽ ഹൈക്കോടതി ജഡ്ജസും, അവർക്കിതിരി പാഠമാകും, മെസ്സേജ് ആകും. നേരത്തെ ഞാൻ ഇതേപോലൊരു മജിസ്ട്രേറ്റ്, റാന്നി മജിസ്ട്രേറ്റ് ആയിരുന്നു. അയാളുടെ ഭാര്യയെ നിരന്തരമായിട്ട് ഉപദ്രവിച്ച് ഭീഷണിപ്പെടുത്തി ഭാര്യയുടെ അനുജനെ പോലും പിടിച്ച് പോലീസിനെ സ്വാധീനിച്ച് പിടിച്ച് ജയിലിലിട്ടു. സ്ത്രീധനമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഞാൻ ആ സ്റ്റോറി ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇയാളെ വിളിച്ചു. ഇയാൾ സ്വാധീനിച്ചിട്ട് പത്തനംതിട്ടയിലുള്ള ജില്ലാ പോലീസുകാരെ കൊണ്ട്, സൈബർക്കാരെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. ഞാൻ അവിടെ പോടാമെന്ന് പറഞ്ഞു. നീ ആരാ എന്നോട് ചോദിക്കാമെന്ന് ചോദിച്ചു. എൻ്റെ സ്റ്റാൻഡാണ് ഉറച്ചു നിൽക്കുക, ഞാനിത് മാറ്റത്തൊന്നുമില്ല. കാരണം എനിക്ക് തെറ്റാന്ന് ഞാൻ കൺവിൻസ് ചെയ്തു. ഞാൻ ചോദിച്ചതിന് എൻ്റെ സ്റ്റാൻഡ് ഉറച്ചു തന്നെ നിൽക്കും. അത് പറയാൻ പോകുന്നത് ഈ ജഡ്ജസിനൊക്കെ സ്റ്റോറി ശരിയാൻ അതിൻ്റെ യാതൊരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരാവശ്യവുമില്ല. എന്നെപ്പോലെ ഒരു സിറ്റിസൺ മാത്രമേ ഉള്ളൂ. അവരവിടെ നിന്ന് അക്കൗണ്ടബിലിറ്റിയുള്ള ജോലി ചെയ്യേണ്ടവർ ഇതേപോലെ സെക്ഷൽ അസോൾട്ടും ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസും കാണിക്കുവാണെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്തോണം. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും അതിനൊക്കെ ഇന്ത്യയിൽ നമുക്കെല്ലാ പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അത് ആൾക്കാർ പറഞ്ഞ് വരട്ടുന്ന ഇതൊക്കെ. ഞാൻ ഈ പറയുന്ന കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഷുഹൈബിനെതിരെ എത്രയും വേഗം ആക്ഷൻ എടുക്കണം. കാരണം ഇയാളെ സപ്പോർട്ട് ചെയ്ത ജില്ലാ ജഡ്ജി അയാൾക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം. എന്തുകൊണ്ടാണ് അത് കംപ്ലൈൻറ്റ് വിഡ്രോ ചെയ്യിപ്പിച്ചത്? അതുകൂടെ ചോദിക്കണം. എന്തുകൊണ്ട് വിഡ്രോ ചെയ്യിപ്പിച്ചു? കാരണം അയാളുടെ പ്രേരണയോടുകൂടിയാണ് കംപ്ലൈൻറ്റ് ഇയാൾ മാപ്പ് പറഞ്ഞ് ഇത് വിഡ്രോ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ലെറ്റ് ഇറ്റ് ഗോ. അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സ് നടക്കണം. അപ്പം പറയാൻ പോകുന്നൊരു കാര്യം, ജഡ്ജസിൻ്റെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കെതിരെ പോലും പറയുവാനുള്ള ധൈര്യം മീഡിയയ്ക്കും നാട്ടുകാർക്കും ഉണ്ടായിരിക്കണം. അവർ വിശുദ്ധ ഹോളി കവും വിശുദ്ധ പശുവൊന്നുമല്ല, നമ്മളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ്, കാരണം അക്കൗണ്ടബിലിറ്റി അതുകൊണ്ട് തന്നെയാണ് അയാളുടെ ചേംബറിൽ കയറി അവിടുത്തെ ജൂനിയർ സ്റ്റാഫിനെ കടന്നു പിടിക്കുന്നത്. അയാൾക്കെതിരെ ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യണം. അയാളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. ഇനി അയാൾ ഒരു കാരണവശാലും ഒരു ജുഡീഷ്യൽ ഓഫീസറായിട്ട് തുടരാൻ സാധ്യമല്ല. അതാണ് ഗവൺമെൻറ് ഇവിടുത്തെ പബ്ലിക്കിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം.